ക്രൈംബ്രാഞ്ച് ഓഫീസ്. സാർ പറഞ്ഞതുപോലെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഈ 3 ദിവസം നമ്മൾ കെയർഫുള്ളായിരിക്കണം. കൊലയാളി ഒരു വിധത്തിലും രക്ഷപ്പെടാൻ പാടില്ല. പുറത്തു നിന്നും ഒരു വിധത്തിലുള്ള കോണ്ടാക്ട്സും വേണ്ട. അതിപ്പോൾ പരിചയമുള്ളവർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ അങ്ങനെ ആരായാലും അകത്തേക്ക് കടത്തിവിടരുത്. സാർ, ഇത്രയും സെക്യൂരിറ്റി മറികടന്ന് എങ്ങനെ അകത്ത് കയറി കൊല ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. 3 ദിവസത്തിനു ശേഷം. സാർ, കത്തിൽ പറഞ്ഞതുപോലെ കൊല്ലുമെന്ന് പറഞ്ഞ ടൈം കഴിഞ്ഞു. ഇനിയും നമ്മൾ എത്ര നാൾ അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യും? അവൻ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓഫീസർ വിനയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. കുമാർ ആണല്ലോ. ഹലോ, പറയൂ കുമാർ. എപ്പോഴാ? ശരി, ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ. സാർ, ആ ചന്ദ്രൻ സൂസൈഡ് ചെയ്തു. ചന്ദ്രനോ? അതെ സാർ. അതിനു മാത്രം എന്ത് പ്രശ്നമാണ് അയാൾക്കുണ്ടായിരുന്നേ? മനുഷ്യനല്ലേ സാർ, മനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുമായാണ് നടക്കുന്നത്. അവർക്കല്ലേ അറിയൂ. ചെറുമകൻ്റെ വിയോഗത്തിൽ മനംനൊന്താണ് ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്നേ. 2 ദിവസത്തിന് ശേഷം ക്രൈംബ്രാഞ്ച് ഓഫീസ്. സാർ, ആ മോഹനൻ്റെ വീട്ടിലെ സെക്യൂരിറ്റി ഇനിയും വേണോ? വേണം. കുറച്ചുകൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം വിനയ്. അയാൾക്ക് സെക്യൂരിറ്റി വേണ്ടെന്ന് അയാൾ പറയുന്നേ. അത് അയാൾ തീരുമാനിച്ചാൽ പോരല്ലോ. അയാളുടെ ജീവൻ രക്ഷിക്കാനായിട്ടാണ് അവരെ അവിടെ നിർത്തിയിരിക്കുന്നത്. കത്തിൽ പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇനി സെക്യൂരിറ്റി വേണ്ടെന്ന് അയാൾ വാദിക്കുന്നേ. തൽക്കാലം സെക്യൂരിറ്റി മാറ്റണ്ട. കൊല്ലുന്നവന് 1-2 ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. ഒരവസരം കാത്തിരിക്കുമായിരിക്കും. അയാളോട് വിനയ് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക. ഞങ്ങൾക്ക് വേണ്ടിയല്ല പറയുന്നതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചേക്ക്. ഓക്കെ സാർ. അവിടേക്ക് ഓഫീസർ കുമാർ വരുന്നു. വാടോ, തന്നെ കാണാനില്ലല്ലോ. കേസിൻ്റെ പിറകെ നടക്കുവല്ലേ സാർ. ഞാനിപ്പോൾ വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയാ. എന്താ? ഈ ചന്ദ്രൻ്റെ മരണം ആത്മഹത്യ അല്ലെന്നും മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നും പറഞ്ഞ് അയാളുടെ വീട്ടുകാർ ഒരു പരാതി തന്നിട്ടുണ്ട്. അതെന്തു പറ്റി ഇപ്പോൾ അങ്ങനെ തോന്നാൻ? ആത്മഹത്യ ചെയ്യാൻ മാത്രം ഒരു പ്രശ്നവും ഇല്ലെന്നായിരുന്നു. അയാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയില്ലേ? കിട്ടി സാർ. അതിൽ പറയുന്നത് വീര്യം കൂടിയ വിഷം ഉള്ളിൽ ചെന്നാണ് മരണകാരണമെന്ന്. അദ്ദേഹം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങി നോക്കുന്നു. അപ്പോഴേക്കും കുമാറിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ഹലോ. അതെ, പറഞ്ഞോളൂ. എപ്പോഴാ? ഓക്കെ, ഞാൻ ഇപ്പോൾ തന്നെ എത്താം. സാർ, ആ ചന്ദ്രൻ്റെ വീട്ടിൽ നിന്നാണ് വിളിച്ചത്. അവിടെ വീണ്ടും ഒരു കത്ത് വന്നിട്ടുണ്ടെന്ന്. നിക്ക്, ഞങ്ങൾ കൂടി വരാം. ശരി സാർ. അവർ അവിടേക്ക് എത്തുന്നു. വാതിൽ തുറന്നത് ഒരു പെൺകുട്ടിയായിരുന്നു. വരൂ സാർ, ഇരിക്കൂ. ഇയാൾ ചന്ദ്രൻ്റെ ആരാ? എൻ്റെ അച്ഛനാണ് ചന്ദ്രൻ. ഇതാണ് സാർ ആ കത്ത്. നിന്റെ സമയവും അടുത്തു. ഇനി 3 ദിവസം കൂടി മാത്രം. ഇതിൽ ഒരൊറ്റ വരി മാത്രമേ ഉള്ളൂ. ഇതെപ്പോഴാ വന്നതെന്നറിയോ? അതറിയില്ല. മുറ്റത്ത് കിടക്കുന്നത് കണ്ട് എടുത്തു നോക്കിയതാ. പരിചയമില്ലാത്ത ആരെങ്കിലും ഇന്നിവിടെ വന്നിരുന്നോ? ഇല്ല, അങ്ങനെ ആരും വന്നിട്ടില്ല. ഈ ചന്ദ്രൻ്റെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് ഇപ്പോൾ തോന്നാൻ എന്താ കാരണം? ഇപ്പോഴല്ല സാർ, ഞങ്ങൾക്ക് അന്നേ സംശയമുണ്ടായിരുന്നു. അപ്പോൾ അത് പറയാൻ പറ്റിയ മാനസികാവസ്ഥ അല്ലായിരുന്നു. അതാ. അച്ചാച്ചൻ എന്നത്തെയും പോലെ തന്നെയായിരുന്നു അന്നും. ഒരു പ്രശ്നവുമില്ലായിരുന്നു. എന്നത്തെയും പോലെ ഞാൻ കൊടുത്ത ടാബ്ലറ്റ് കഴിച്ച് കിടന്നു. അതിനുശേഷമാണ് ഞാൻ റൂമിൽ നിന്ന് വന്നത് തന്നെ. പിന്നെ എന്തിനാ സാർ? എന്തിൻ്റെ ടാബ്ലറ്റാ ചന്ദ്രൻ കഴിക്കുന്നത്? അച്ചാച്ചന് അറ്റാക്ക് വന്നിട്ടുള്ളതാ, അതിൻ്റെയാ. മാത്രവുമല്ല, ആത്മഹത്യയാണ് ചെയ്തെങ്കിൽ അതിനുപയോഗിച്ച പോയിസൻ്റെ ബോട്ടിലോ ഒന്നും അവിടെ നിന്നും കിട്ടിയില്ലല്ലോ. എനിക്ക് ചന്ദ്രൻ്റെ റൂം ഒന്ന് കാണണം. വരൂ സാർ. ഇതാണ് റൂം. അദ്ദേഹം അവിടം പരിശോധിക്കുന്നു. ടേബിളിൻ്റെ പുറത്തിരുന്ന ടാബ്ലറ്റൊക്കെ എടുത്തു നോക്കുന്നു. നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നേ? HR ഹോസ്പിറ്റലിൽ. അവിടെ കാർഡിയാക് സർജൻ നസീർ കോയ സാറിനെയാണ് കാണിക്കുന്നേ. ഓക്കെ, നമുക്ക് അന്വേഷിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുമാറിനെ വിളിച്ചാൽ മതി. എന്നാൽ ഞങ്ങൾ ഇറങ്ങുക. ഓക്കെ സാർ. അവർ കാറിൽ സഞ്ചരിക്കവേ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ചന്ദ്രൻ ആത്മഹത്യ ചെയ്തതല്ലെങ്കിൽ പിന്നെ എങ്ങനെ വിഷം ഉള്ളിൽ ചെന്നു? ഇനി ഇവർ ഉറങ്ങിയതിന് ശേഷം ആരെങ്കിലും അവിടേക്ക് വന്ന് വിഷം കഴിപ്പിച്ചതാണെങ്കിലോ? എങ്കിലത് CCTVയിൽ പതിയില്ലേ? അതും ശരിയാ. പിന്നെ എങ്ങനെ? ഒരു തുമ്പുമില്ലാതെ ഈ കേസിലാണെങ്കിൽ ആകപ്പാടെ കിട്ടിയത് 3-4 ലെറ്റേഴ്സാ. അത് വെച്ച് എന്ത് കണ്ടുപിടിക്കാനാ? വിനയ് വണ്ടി ഒന്ന് സൈഡാക്കിയേ. എന്താ സാർ? ഒന്നുമില്ല, കുറച്ച് കാറ്റ് കൊള്ളാൻ. അവർ വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങുന്നു. സാർ എന്താ ആലോചിക്കുന്നേ? കൊലയാളിയെക്കുറിച്ച്. അവൻ മനുവിന് ലെറ്റർ അയച്ചിട്ട് ACP കൊല്ലുന്നു. മരിച്ച ACPക്ക് കൊല്ലുമെന്ന് പറഞ്ഞ് ലെറ്റർ അയച്ച് മനുവിനെ കൊല്ലുന്നു.
മോഹനന് ലെറ്റർ അയച്ചിട്ട് ചന്ദ്രനെ കൊല്ലുന്നു. ഇപ്പോൾ ചന്ദ്രൻ മരിച്ചു കഴിഞ്ഞു. കൊല്ലുമെന്ന് പറഞ്ഞ ലെറ്റർ അയക്കുന്നു. ഇപ്പോൾ ഇനി കൊല്ലപ്പെടാൻ പോകുന്നത് ആരാ? അത് മോഹൻ. അതെ. അപ്പോൾ ലെറ്റേഴ്സ് മാറിയതല്ല, മനഃപൂർവ്വം അയച്ചത് തന്നെയാ അല്ലേ സാറേ? യെസ്. അങ്ങനെയെങ്കിൽ ചന്ദ്രനെ എങ്ങനെ ആവും കൊന്നിട്ടുണ്ടാവുക? ഫുഡൊക്കെ വീട്ടിൽ നിന്ന് തന്നെയാ അവർ കഴിച്ചേ. പുറത്തു നിന്നും അവരൊന്നും കഴിച്ചിട്ടുമില്ല. പിന്നെ പിന്നെ എങ്ങനെ വിഷം ചന്ദ്രൻ്റെ മാത്രം ഉള്ളിൽ ചെന്നു? അവരാരും കഴിക്കാത്ത ഒന്ന് ചന്ദ്രൻ കഴിച്ചിട്ടുണ്ട്. അതെന്താ സാർ? അദ്ദേഹം കുറച്ചു നേരം ആലോചിക്കുന്നു. ടാബ്ലറ്റ്.